ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷാണ്. എ വില്ലേജ് പൂരം എന്ന ലെസണിലെ ആക്ടിവിറ്റീസാണ്. ഇതാണ് ഫസ്റ്റ് ആക്ടിവിറ്റി. There are several expressions in a village Pooram associated with sights, visual and sounds, auditory. Classify them as shown below. നമ്മൾ ഈ പാഠത്തിൽ പല സൗണ്ട്സിനെ പറ്റിയും അതുപോലെ തന്നെ പല വിഷ്വൽസിനെ പറ്റിയൊക്കെ റൈറ്റർ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ. ദ ബീറ്റിംഗ് ഓഫ് ഡ്രംസ്, കോൾ ഓഫ് വെൻഡേഴ്സ്, മൗണ്ടൻസ് ഓഫ് ബനാനാസ്, കുന്നോളം വാഴപ്പഴങ്ങൾ, ഹില്ലോക്സ് ഓഫ് പാഡി അല്ലേ. അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്, അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അതിനൊരു പിക്ചർ വരുന്നുണ്ട് അല്ലേ. ഇങ്ങനെ നെല്ലിങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത്, അതുപോലെ തന്നെ പഴങ്ങളിങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പലതിൻ്റെയും പിക്ചർ വരുന്നുണ്ട്. ഒരു പൂരപ്പറമ്പ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ വേർഡ്സ് ഏതൊക്കെയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുന്നുണ്ട്. വിഷ്വൽ വേർഡ്സ്, അതുപോലെ തന്നെ ഓഡിറ്ററി. ദ ഡ്രമ്മേഴ്സ് ബീറ്റിംഗ് ദ ചെണ്ടാസ്. എന്താ ചെയ്യുന്ന ഡ്രമ്മേഴ്സ്? ആ ചെണ്ട കൊട്ടുന്നത് നമ്മുടെ മനസ്സിലേക്ക് വരും, ആ ശബ്ദം നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ അങ്ങനെയുള്ള വേർഡ്സാണ് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വിഷ്വൽ ഇമേജസ് എന്ന്. ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം ആൻസേഴ്സ് ആയിട്ട്. കുന്നോളം വാഴപ്പഴങ്ങൾ, മൗണ്ടൻസ് ഓഫ് ബനാനാസ് എന്ന് പറയുന്നുണ്ട്. ഹില്ലോക്സ് ഓഫ് പാഡി, അതുപോലെ തന്നെ കൂട്ടിക്കൂമ്പാരം പോലെ ഇട്ടിട്ടുള്ള നെല്ല്. യാർഡ്സ് ഓഫ് ജാസ്മിൻ, വളരെ നീളത്തിലുള്ള മുല്ലപ്പൂമാലകൾ. റോസ് ഓഫ് ഗ്ലിൻഡിംഗ് ഗ്ലാസ് ബാംഗിൾസ്, തിളങ്ങുന്ന കുപ്പിവിളകൾ. ഷിമ്മറി സാറ്റിൻ റിബൺസ് ഇൻ റെയിൻബോ ഹ്യൂസ്, റെയിൻബോ കളർ, അതായത് പല നിറത്തിലുള്ള സാറ്റിൻ്റെ റിബൺ ഉണ്ടാവും. ട്രിങ്കറ്റ്സ്, വില കുറഞ്ഞ ആഭരണങ്ങൾ, ടോയ്സ് ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ് ദ ഡസ്റ്റ്. എ ഹീപ്പ് ഓഫ് പാഡി ഇൻ എ പറ, ഒരു കുന്നോളം നെല്ലിങ്ങനെ പറയിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. എലിറ്റ് ബ്രോൺസ് ലാമ്പ്, ഒരു കത്തിച്ചു വെച്ച ബ്രോൺസ് ലാമ്പ് ഉണ്ട്. ചിൽഡ്രൻ സ്കാമ്പർ ഡൗൺ ദ മാംഗോ ട്രീസ് ആൻഡ് ടു റഷ് ബിഹൈൻഡ് ദ അഡൽട്സ്. സ്കാമ്പർ ഡൗൺ മാംഗോ ട്രീ എന്ന് പറയുമ്പോൾ അപ്പോൾ ആ മാവിൻ്റെ മുകളിൽ നിന്നൊക്കെ കുട്ടികൾ ധൃതിപ്പെട്ട് താഴോട്ട് ഇറങ്ങുന്നത് നമുക്ക് മനസ്സിൽ കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള വേർഡ്സൊക്കെ നിങ്ങൾക്ക് എടുത്ത് എഴുതാവുന്നതാണ്. ഓഡിറ്ററി ഇമേജസ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ദ കോൾ ഓഫ് വെൻഡേഴ്സ്, നമ്മൾ പറയുന്നുണ്ട് ആ പൂരപ്പറമ്പിൽ പോകുമ്പോൾ ആ കച്ചവടക്കാരൊക്കെ, വഴിയോര കച്ചവടക്കാരൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ടാവും. അപ്പോൾ അവരുടെ ശബ്ദം. അതുപോലെ തന്നെ ഏതാണ് ദ ഡിസ്റ്റൻറ്റ് ത്രോപ്പ് ഓഫ് ഡ്രംസ്, ആ ഡ്രംസ് ഇങ്ങനെ കൊട്ടുന്ന ശബ്ദം. ദ ഗേറ്റ് ക്രീക്സ് ഓപ്പൺ, ഗേറ്റ് ഇങ്ങനെ തുറക്കുമ്പോൾ ഗേറ്റിൻ്റെ ശബ്ദം വരുന്നത്. സോണ്ടർ ഇൻ വിത്ത് ജാംഗ്ലിംഗ് ആൻഡ് ക്ലാംഗ്ലിംഗ്, ആ തിറയും പൂതനൊക്കെ വീട്ടിലേക്ക് വരും. അരമണികളൊക്കെ കിലുങ്ങുന്ന ശബ്ദം, അവരുടെ കാലിലുള്ള തളകളൊക്കെ കിലുങ്ങുന്ന ശബ്ദം. പിന്നെന്താണ് ദ ഡ്രമ്മേഴ്സ് ബിഗിൻ ടു ബീറ്റ് ദെയർ ചെണ്ടാസ്, ചെണ്ടയമേ കൊട്ടുമ്പോഴുള്ള ശബ്ദം. സിംബൽസ് ക്ലാഷ്. പിന്നെ എന്താണ് അത് എക്സ്പ്ലോഷൻ, റോക്ക് ദ ഗ്രൗണ്ട് എന്ന് പറയുന്നുണ്ടല്ലേ. ആ എക്സ്പ്ലോഷൻ നമ്മുടെ ചെവിട്. ഫിൽ യുവർ എയേഴ്സ് ആൻഡ് റോക്ക് വിത്തിൻ യുവർ ഹാർട്ട് എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്, അതൊക്കെ ശബ്ദങ്ങൾ തന്നെയാണ്. ദ ഡ്രം ബിഗിൻസ് ദ തണ്ടറസ് മ്യൂസിക്, ആ ഇടി വെട്ടുന്നത് പോലെയുള്ള ആ ശബ്ദം, ആ വളരെ വലിയൊരു ശബ്ദം വീണ്ടും ആ ഡ്രംസ് കൊട്ടുമ്പോൾ തുടങ്ങുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഓഡിറ്ററി ഇമേജസ് ആയിട്ട് എഴുതാം. നെക്സ്റ്റ് എന്താ പറയുന്നത്, നൗ ഡിസ്ക്രൈബ് ഇൻ യുവർ ഓൺ വേർഡ്സ് ദ വേരിയസ് സൈറ്റ്സ് ആൻഡ് സൗണ്ട്സ് ദാറ്റ് യു നോട്ടീസ്ഡ് ഇൻ എ മാർക്കറ്റ് പ്ലേസ് ഓഫ് സ്കൂൾ. നിങ്ങളുടെ സ്കൂളിലോ അതുപോലെ നിങ്ങൾ ചന്തയിലൊക്കെ പോകുമ്പോൾ കേൾക്കുന്ന ആ ശബ്ദങ്ങളും കാണുന്ന കാഴ്ചകളൊക്കെ നിങ്ങളോട് എഴുതാൻ പറയുന്നുണ്ട്. നോക്കാം നമുക്ക്. ഞാനിവിടെ സൗണ്ട്സ് വി നോർമലി ഹിയർ അറ്റ് സ്കൂളാണ് കൊടുത്തിട്ടുള്ളത്. വി ഹിയർ ദ നോയ്സ് ഓഫ് സ്റ്റുഡൻസ് ടോക്കിംഗ് ടു ഈച്ച് അതർ. ദേ വിൽ ബി റിയലി ഹാപ്പി വിത്ത് ദെയർ ഫ്രണ്ട്സ്. അവരുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോഴുള്ള ശബ്ദം, അവരുടെ മുഖം വളരെ സന്തോഷമുള്ളതായിരിക്കും. We can hear the voice of teacher. She might be writing on the blackboard. ടീച്ചർ ഇങ്ങനെ ബ്ലാക്ക് ബോർഡിൽ എഴുതിക്കൊണ്ടിരിക്കും. ടീച്ചർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ശബ്ദവും ഉണ്ടാവും. We can hear the sounds made by spoon when they strike the metal surface at the lunch time. ലഞ്ച് ടൈമിൽ നമ്മുടെ സ്പൂണ് നമ്മുടെ പാത്രത്തിൽ തട്ടുമ്പോഴുള്ള ശബ്ദങ്ങൾ ഉണ്ടാവും. We can hear the sound of footsteps of students moving in the veranda. നിങ്ങളുടെ ഇൻ്റർവെൽ ടൈമിലേക്ക് ആകുമ്പോൾ എന്താണ്, കുട്ടികളൊക്കെ ആ വരാന്തയിൽ നടക്കുന്ന ശബ്ദമുണ്ടാവും. We can hear the sound of school bell when it rings. ഓരോ പീരീഡ് കഴിയുമ്പോഴും ക്ലാസ് തുടങ്ങുമ്പോഴും ഒക്കെ ആ റിംഗ് ചെയ്യുന്ന ബെല്ലിൻ്റെ ശബ്ദമുണ്ടാവും. We can hear the sound of objects dropped on the floor like tiffin box, water bottle, pencil box, etc. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബാഗ് വീഴുന്നതോ അല്ലെങ്കിൽ ടിഫിൻ ബോക്സ് വീഴുന്നതോ അങ്ങനെയുള്ള പല ശബ്ദങ്ങളും നമ്മൾക്ക് കേൾക്കാൻ പറ്റും. We can hear the calling bell from headmaster's room. ഹെഡ്മാസ്റ്റേഴ്സ് റൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ സാറിൻ്റെ അവിടെയുള്ള ആ ബെല്ലിങ്ങനെ പ്രസ് ചെയ്യുന്ന ശബ്ദം നമുക്ക് ഇടയ്ക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നോർമലി നമ്മൾ സ്കൂളിൽ കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന കാര്യങ്ങളും. ഇതൊക്കെ നമുക്ക് എഴുതാം. ഒരു മാർക്കറ്റിൽ നമ്മൾ കാണുന്ന കാഴ്ചകളാണ്. വി ക്യാൻ ഹിയർ ദ കോൾ ഓഫ് വെൻഡേഴ്സ്, ദ കസ്റ്റമർ ബാർഗെയിനിങ് അബൌട്ട് ദ പ്രൈസ്, ഹീപ്സ് ഓഫ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, ബുള്ളോക്ക് കാർട്ട്, സൗണ്ട് ഓഫ് സൈക്കിൾ ആൻഡ് റിക്ഷ,
യാർഡ്സ് ഓഫ് ജാസ്മിൻ, അവിടെയുള്ള വഴിയോര കച്ചവടക്കാരുടെ ശബ്ദം. അതുപോലെ തന്നെ കസ്റ്റമർ വില കുറയ്ക്കാൻ വേണ്ടി ബാർഗെയിൻ ചെയ്യുന്ന, വില പേശുന്ന ശബ്ദങ്ങൾ. അതുപോലെ തന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കുന്നുപോലെ കൂട്ടിയിട്ടിട്ടുണ്ടാവും. സൈക്കിളും റിക്ഷയൊക്കെ അതിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ശബ്ദം കേൾക്കാം. യാർഡ്സ് ഓഫ് ജാസ്മിൻ, മുല്ലപ്പൂവൊക്കെ വലിയ വലിയ മാലകളായിട്ട് അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം. Read the line, came the boys like a flock of sheep from the poem Somebody's Mother. The word flock stands for a group. അല്ലേ, കുട്ടികളൊരു ഷീപ്പ്, ആട്ടിൻകൂട്ടത്തിൻ്റെ ഫ്ലോക്ക് പോലെ ഇങ്ങനെ വന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ കുട്ടികളുടെ ആ കൂട്ടം വരുന്നതിനെയാണ് ഫ്ലോക്ക് ഓഫ് ഷീപ്പ് എന്ന് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള വേർഡ്സ് താഴെയുള്ള പാസേജിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതാനാണ് പറയുന്നത്. ആ ഒരു ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ബഞ്ച് ഓഫ് കീസ്, താക്കോലിൻ്റെ കൂട്ടത്തിന് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബഞ്ച് ഓഫ് കീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഏതൊക്കെ വേർഡ്സ് ഉണ്ട് നോക്കാം നമുക്ക്. Once there was a custom in a university. If a professor was late by 10 minutes, the class was suspended. One day a professor arrived early for a 9 a.m. class. He could see only a stack of chairs. Stack of chairs. Chairsന് എന്താ പറഞ്ഞിരിക്കുന്നത്? സ്റ്റാക്ക് ഓഫ് ചെയർസ് എന്ന് പറയുന്നുണ്ട്. He had a pile of books with him. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കൂട്ടം, കുന്നോളം ബുക്സ് ഉണ്ടായിരുന്നു. അതിനെയാണ് pile of books എന്ന് പറഞ്ഞിരിക്കുന്നത്. He wanted to take them to the library. He kept his bunch of keys. Bunch of keys എന്ന് പറഞ്ഞാൽ താക്കോലിൻ്റെ കൂട്ടം എന്നാണ്. And walked to the library. By the time he got back to the class, it was 9:10. The room was empty. The next day he told his students, when my keys are here, I am here. He kept the keys in the chest of drawers and walked down the flight of steps. Chest of drawers, flight of steps. The following day he arrived at 9. He saw 28 keys on the desk and no students. Okay. അപ്പോൾ ഇതൊക്കെയാണ് വേർഡ്സ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണ് ഈ പാസേജ് പറയുന്നത്? അപ്പോൾ ഇതൊരു യൂണിവേഴ്സിറ്റിയിൽ നടന്നൊരു സംഭവത്തെ പറ്റിയാണ് പറയുന്നത്. എന്താണ്, ഒരു പ്രൊഫസർ തൻ്റെ ക്ലാസ്സിന് 10 മിനിറ്റിലും ഒക്കെ ലേറ്റ് ആയി കഴിഞ്ഞാൽ എന്താണ്, അവിടെ ആ ക്ലാസ് സസ്പെൻഡഡ് ആണ്, ആ ക്ലാസ് ഒന്നില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു ദിവസം എന്താണ്, പ്രൊഫസർ 9 മണിക്ക് തുടങ്ങുന്ന ക്ലാസ്സിന് നേരത്തെ എത്തി. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കുന്നോളം പുസ്തകങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? അത് ലൈബ്രറിയിൽ വെക്കാൻ വേണ്ടി പോയി. അദ്ദേഹത്തിൻ്റെ കീസിൻ്റെ ബഞ്ച് ആ ടേബിളിന്മേൽ വെച്ചിട്ടാണ് പോയത്. ക്ലാസ് എടുക്കുന്ന ടേബിളിന്മേൽ വെച്ചിട്ടാണ് പോയത്. അദ്ദേഹം തിരിച്ച് ക്ലാസ്സിലേക്ക് വരുമ്പോൾ എന്തായി? 9:10 10 മിനിറ്റ് ലേറ്റ് ആയപ്പോൾ കുട്ടികൾ എന്ത് ചെയ്തു? കുട്ടികളൊക്കെ ക്ലാസ്സില്ല എന്ന് വിചാരിച്ച് ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് പോയി. നെക്സ്റ്റ് അദ്ദേഹം എന്ത് പറഞ്ഞു സ്റ്റുഡൻസിനോട്? ഞാൻ എൻ്റെ കീസ് ഈ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ക്ലാസ് വിട്ട് ആരും പോകരുത്, ഞാനിവിടെ ഉണ്ട് എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞു. ഓക്കെ. പിറ്റേ ദിവസം അദ്ദേഹം എന്ത് ചെയ്തു? പിറ്റേ ദിവസം അദ്ദേഹം 9 മണിക്ക് തന്നെ ക്ലാസ്സിൽ വന്നു. പക്ഷെ അദ്ദേഹം കണ്ടത് എന്താണ്? 28 സ്റ്റുഡൻസാണ് ആ ക്ലാസ്സിലുണ്ടായിരുന്നത്. 28 കീസ് അവരുടെ ബെഞ്ചിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? അവരും സാറിനോട് എന്ത് പറഞ്ഞു? ഞങ്ങളുടെ കീസ് ഈ ക്ലാസ്സിലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞങ്ങളിവിടെ ഉണ്ടെന്നാണ് ഈ ഒരു പാസേജിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് വേർഡ്സ് വരുന്നത്. നെക്സ്റ്റ് എന്താ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് അപ്രോപ്രിയേറ്റ് വേർഡ്സ് ഫ്രം ദോസ് ഗിവൺ ഇൻ ദ ബോക്സ്. ഓക്കെ, നോക്കാം ഇതെങ്ങനെ ഫിൽ ചെയ്യേണ്ടതെന്ന്. എ ഡാഷ് ഓഫ് ലേഡീസ്. എന്തെന്നാ പറയുക? എ ബെവി ഓഫ് ലേഡീസ് എന്നാണ് പറയുക. ഇതാണ് ആൻസർ വരിക. എ ഡാഷ് ഓഫ് പ്ലേയേഴ്സ്. എന്താണ്? എ ടീം ഓഫ് പ്ലേയേഴ്സ്. ക്രിക്കറ്റ് ടീം എന്നൊക്കെയല്ലേ പറയുക. അപ്പോൾ എ ടീം ഓഫ് പ്ലേയേഴ്സ് ആണ് പറയുക. എ ഡാഷ് ഓഫ് സ്റ്റെപ്സ്. എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ്. എ ഡാഷ് ഓഫ് തീവ്സ്. തീവ്സിനെ എങ്ങനെ പറയുക? എ ഗാങ് ഓഫ് തീവ്സ് എന്നാണ് പറയുക. എ ഡാഷ് ഓഫ് ഡോഗ്സ്. ഡോഗ്സിനെ നമ്മൾ പറയുക എ പാക്ക് ഓഫ് ഡോഗ്സ് എന്നാണ് പറയുക. എ ഡാഷ് ഓഫ് ബനാനാസ്. എ ബഞ്ച് ഓഫ് ബനാനാസ്. എ ഡാഷ് ഓഫ് ഐലൻഡ്. എ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്. എ ഡാഷ് ഓഫ് ട്രീസ്. എ ക്ലംപ് ഓഫ് ട്രീസ് എന്നാണ് പറയുക. എ ഡാഷ് ഓഫ് ഹേ. ഹേ എന്ന് പറഞ്ഞാൽ എന്താ? വക്കോല്. എ സ്റ്റാക്ക് ഓഫ് ഹേ എന്നാണ് പറയുക. എ ഡാഷ് ഓഫ് ഫ്ലവേഴ്സ്. എ ബൊക്കേറ്റ് ഓഫ് ഫ്ലവേഴ്സ്. ആൻഡ് ഡാഷ് ഓഫ് സോൾജേഴ്സ്. റെജിമെൻറ്റ് ഓഫ് സോൾജേഴ്സ്. ഓക്കെ, ഇങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്. Look at the underlined words in the following expression. The call of wonders, the beat of drums, the stomp of feet, the gate creaks open. What do these refers to? What are the other sounds that you are familiar with? Make a list of such sounds. These words represent kinds of sounds. അല്ലേ, ഓരോ സൗണ്ടിന് ഗേറ്റ്
തുറക്കുമ്പോഴുള്ള ശബ്ദത്തിന് ക്രീക്കിംഗ് എന്ന് പറയുന്നുണ്ട്, വെൻഡേഴ്സിൻ്റെ ശബ്ദം പറയുന്നുണ്ട്, സ്റ്റോംപ് ഓഫ് ഫീറ്റ് എന്ന് പറയുന്നുണ്ട്, അവർ കാല് വെക്കുന്ന ശബ്ദത്തിന് പറയുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുള്ള ശബ്ദങ്ങൾ ഏതാണ് അതൊക്കെയാണ് ചോദിക്കുന്നത്. താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സിൽ കൊടുത്തിട്ടുള്ള വേർഡ്സ് നിങ്ങൾ കേട്ടിട്ടുള്ള ഏതൊക്കെയാണ്? വിസിൽ ചെയ്യുക, വിസിലിങ്ങിൻ്റെ ശബ്ദം, ഡ്രിപ്പ് വെള്ളം വീഴുന്ന ശബ്ദം, സ്ക്രീച്ച്, സ്ക്വീക്ക്, ഈ ശബ്ദങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഇതിലേതെങ്കിലുമൊക്കെ തന്നെ നിങ്ങൾക്ക് എഴുതാം. റീഡ് എ വില്ലേജ് പൂരം വൺസ് അഗെയിൻ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ് ദാറ്റ് റെഫർ ടു എ സൗണ്ട്. നമ്മളത് ഓൾറെഡി ചെയ്തതാണ്. The call of vendors, throb of drums, the gate creaks open, the saunter in with jangling and clangling, ബീറ്റിംഗ് ഓഫ് ചണ്ട, സിംബൽസ് ക്ലാഷ്, ഇതൊക്കെയാണ് ആ ശബ്ദങ്ങൾ വരുന്നത്. പിന്നെന്താ? ഫൈൻഡ് ഔട്ട് ദി മീനിങ് ഓഫ് ദി ഫോളോയിങ് വേർഡ്സ് ഫ്രം ദി ഡിക്ഷണറി ആൻഡ് ഫിൽ ഇൻ ദ ബോക്സസ്. ക്രീക്കിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് ഹൈ പിച്ച് സൗണ്ട് ഹേർഡ് വെൻ സംതിങ് മൂവ്സ്. ഡോറ് തുറക്കുന്ന ശബ്ദം, സ്റ്റേഴ്സുമ്പോൾ നമ്മൾ കാല് വയ്ക്കുമ്പോൾ ഒരു ശബ്ദമില്ലേ, അങ്ങനെയുള്ള ശബ്ദങ്ങളെയാണ് ക്രീക്കിംഗ് എന്ന് പറയുക. റസിൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കാറ്റൊക്കെ അടിക്കുമ്പോൾ ഇലകളൊക്കെ ഇങ്ങനെ ഇളകുന്ന ശബ്ദമില്ലേ, അതിന് നമുക്ക് റസ്ലിംഗ് എന്ന് പറയാം. പേപ്പർ മറിക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദത്തിന് നമുക്ക് റസ്ലിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള വേർഡ്സ് നമുക്ക് നോക്കാം. ജിങ്കിൾ, എ ലൈറ്റ് റിംഗിങ് സൗണ്ട് സച്ച് ആസ് ദാറ്റ് മെയ്ഡ് ബൈ മെറ്റൽ ഒബ്ജക്ട്സ് ബീങ് ഷേക്കൺ ടുഗദർ. ഈ മെറ്റൽസ് തമ്മിൽ തട്ടുമ്പോൾ വരുന്ന ശബ്ദത്തിനാണ് ജിങ്കിൾ എന്ന് പറയുക. സ്പ്ലാഷ്, സൗണ്ട് മെയ്ഡ് ബൈ സംതിങ് സ്ട്രൈക്കിംഗ് ഓഫ് ഫാളിങ് ഇൻ ടു ലിക്വിഡ്. എന്തെങ്കിലും ആ ഒരു ലിക്വിഡിലേക്ക് വീഴുമ്പോൾ, ഇപ്പോൾ നമ്മൾ കല്ലൊക്കെ എടുത്ത് എറിയുമ്പോൾ, കുളത്തിലേക്ക് എടുത്ത് എറിയുമ്പോൾ വരുന്ന ശബ്ദത്തിന് നമുക്ക് സ്പ്ലാഷ് എന്ന് പറയാം. ക്ലിക്ക്, ഷോർട്ട് ഷാർപ്പ് സൗണ്ട്. നമ്മൾ ക്ലിക്ക് എടുക്കുക എന്നൊക്കെ പറയില്ല. ഇപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ വരുന്നൊരു ശബ്ദം ഉണ്ടല്ലോ, അതിന് നമുക്ക് ക്ലിക്കിംഗ് സൗണ്ട് എന്ന് പറയാം. റാറ്റിൽ, മേക്ക് ഓ കോസ് ടു മേക്ക് എ റാപ്പിഡ് സക്സഷൻ ഓഫ് ഷോർട്ട് ഷാർപ്പ് നോക്കിംഗ് സൗണ്ട്സ്. ഇപ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ടെങ്കിൽ എന്താ, ഈ ആസ്പെറ്റോസ് ഒക്കെ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും അല്ലേ, അപ്പോൾ അതിന് നമുക്ക് റാറ്റിൽ എന്ന് പറയാം. സ്ക്വീക്ക്, എ ഷോർട്ട് ഹൈ പിച്ച് സൗണ്ട് ഓഫ് ക്രൈ. പെട്ടെന്നുള്ള ഹൈ പിച്ച്, വളരെ വലിയ ശബ്ദത്തിലുള്ള ഒരു കരച്ചിലിനെ ഒക്കെ നമുക്ക് സ്ക്വീക്ക് എന്ന് പറയാം. ബാങ്ക്, എ സഡൻ ലൗഡ് നോയ്സ്. പെട്ടെന്ന് വാതിലൊക്കെ കാറ്റിന് വന്ന് തട്ടുമ്പോൾ നമുക്ക് എന്ത് പറയാം? ബാങ് ചെയ്യാണെന്ന് പറയാം. വിസിൽ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, നമ്മൾ ഉണ്ടാക്കുന്ന ശബ്ദം. ക്ലിയർ ഹൈ പിച്ച് സൗണ്ട് മെയ്ഡ് ബൈ ഫോഴ്സിങ് ബ്രെത്ത് ത്രൂ എ സ്മോൾ ഹോൾ ബിറ്റ്വീൻ പാർട്ട്ലി ക്ലോസ് ലിപ്സ് ഓഫ് ബിറ്റ്വീൻ വൺസ് ടീത്ത്. നമ്മൾ ഈ വിസിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ശബ്ദത്തിനെയാണ് പറയുന്നത്. ക്രാഷ് എന്ന് പറഞ്ഞാൽ എന്താ? സഡൻ ലൗഡ് നോയ്സ് വെൻ സംതിങ് ബ്രേക്സ്. എന്തെങ്കിലും ഒരു സാധനം പൊട്ടുമ്പോഴൊക്കെയുള്ള ഒരു ശബ്ദത്തിനെയൊക്കെ നമുക്ക് ക്രാഷ് എന്ന് പറയാം. ഡ്രിപ്പ്, സൗണ്ട് ഓഫ് സ്മോൾ ഡ്രോപ്സ് ഓഫ് ലിക്വിഡ് ഫാളിങ് കണ്ടിന്യൂസ്ലി. മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളം ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് വീഴുന്ന ശബ്ദം ഉണ്ടല്ലോ, അതിനെ നമുക്ക് ഡ്രിപ്പ് എന്ന് പറയാം. സ്ക്രീച്ച്, ഹൈ അൺപ്ലസൻറ്റ് നോയ്സ്. ഒരു വലിയ രീതിയിലുള്ള, ഇപ്പോൾ ബാറ്റ്സിൻ്റെ ഒക്കെ ശബ്ദത്തിന് നമുക്ക് സ്ക്രീച്ചിങ് എന്ന് പറയാം അല്ലേ. അത് കേൾക്കുമ്പോൾ നമ്മുടെ ചെവിയിൽ ഇങ്ങനെ തുളഞ്ഞു കയറുന്നത് പോലെ തോന്നും, അതിനെയാണ് സ്ക്രീച്ചിങ് എന്ന് പറയുക. ടിക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഷോർട്ട് ആൻഡ് ലൈറ്റ് റിപ്പീറ്റഡ് സൗണ്ട്. ഇപ്പോൾ ഈ വാച്ചൊക്കെ മൂവ് ചെയ്യുന്ന, അതിൻ്റെ ഹാൻഡ്സൊക്കെ മൂവ് ചെയ്യുന്ന ആ ടിക്ക് ടിക്ക് എന്നുള്ള ശബ്ദമല്ലേ, അതിനെ നമുക്ക് ടിക്ക് എന്ന് പറയാം. ഓക്കെ, തേർഡ് ആക്ടിവിറ്റി ഇതായിരുന്നു. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി ദ വുഡൻ കപ്പ്. Suddenly the child went over to the fireplace where his mother had swept the pieces of cup. Sweeping is an everyday action. What are some of the everyday action that you do? അവിടെ അമ്മ അവിടെ ചെന്നിട്ട് ആ സ്വീപ്പ് ചെയ്തിട്ട് അടിച്ചു വാരിയിട്ട് ആ കപ്പിൻ്റെ പീസുകളൊക്കെ ഒരു ഭാഗത്തേക്ക് കൂട്ടിയിട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്നുമുള്ളൊരു കാര്യമാണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ ടേബിൾ ക്ലീൻ ചെയ്യാറുണ്ടെങ്കിൽ ക്ലീൻ ദ ടേബിൾ, ഗാർഡനിങ്, അറേഞ്ചിങ് ദ ബുക്ക് ഷെൽഫ് ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാം. അടുത്ത ആക്ടിവിറ്റി ഇതായിരുന്നു. ഇമാജിൻ ദാറ്റ് യുവർ മദർ ഗോസ് ഔട്ട് വെൻ യു ആർ നോട്ട് അറ്റ് ഹോം. ഷീ ലീവ്സ് ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻസ് ഫോർ യു. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചൂസിങ് ദ അപ്രോപ്രിയേറ്റ് വേർഡ്സ് ഫ്രം ദ ബോക്സ്. ഓക്കെ, നിങ്ങളുടെ അമ്മ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്ത് പോയി. ആ സമയത്ത് നിങ്ങൾ വീട്ടിലുണ്ടായിരുന്നില്ല, പക്ഷേ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് അവിടെ എഴുതി വെച്ച് പോയിട്ടുണ്ട്. എന്തൊക്കെയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഡിയർ സൺ ഓർ ഡോട്ടർ, ഐ എം ഗോയിങ് ഔട്ട് ആൻഡ് വിൽ ബി ബാക്ക് ഓൺലി ഇൻ ദ ഈവനിങ്. ഹിയർ ആർ ദ ജോബ്സ് ഫോർ ദ ഡേ. എന്തൊക്കെയാണ്? അപ്പോൾ ആദ്യത്തെ സ്ക്രബ് ദ ഫ്ലോർ ആണ് വരിക. സെക്കൻഡ് വൺ ഡാഷ് ദ കാർപ്പറ്റിനെ നമ്മൾ BT ആണ് ചെയ്യുക, ബീറ്റ് ദ കാർപ്പറ്റ്. ഡാഷ് ദ ഫർണിച്ചറിനെ നമ്മൾ ഡസ്റ്റി ആണ് ചെയ്യുക. ഡാഷ് ദ ബെഡ്സ്, മേക്ക് ബെഡ് വിരിച്ചിടുന്നതിന് മേക്ക് ദ ബെഡ് എന്നാണ് പറയുക. ഡാഷ് ദ ഷീറ്റ് എന്താ ചെയ്യേണ്ടത്? ചേഞ്ച് ദ ഷീറ്റ്സ് എന്നാണ് പറയുക. ഡാഷ് ദ ഹൗസ്,
ടൈഡി ദ ഹൗസ്, വീടൊക്കെ വൃത്തിയാക്കണം. ഡാഷ് ദ റബ്ബിഷ്, എംപ്റ്റി ദ റബ്ബിഷ്, വേസ്റ്റൊക്കെ കൊണ്ട് കളയണം. ഡാഷ് ദ സപ്പർ, രാത്രിക്കുള്ള ഫുഡ് നിങ്ങൾ കുക്ക് ചെയ്യണം. ഡാഷ് ദ ലോണ്ട്രി, വാഷ് ദ ലോണ്ട്രി, ക്ലീൻ ഔട്ട് ദ ഫയർ പ്ലേസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയാണ് നിങ്ങൾക്കിന്ന് കൈൻഡ് പിക്ചേഴ്സിൽ ടീച്ചർ പറഞ്ഞ ക്ലാസ്സും അതുപോലെ തന്നെ തന്ന ആക്ടിവിറ്റീസും. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ഈ ആക്ടിവിറ്റി ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞതാണ്, എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം. Activity 5 ആണ്. Read this sentence. The Pooram ground sees the blossoming of many art forms. A village, Pooram. What does the word see suggest here? Now read the following short poems. അപ്പോൾ ഇവിടെ എന്തിനാണ് ഇത് പൂരം ഗ്രൗണ്ട് സീസ് എന്ന് പറയുന്നത്? നോർമലി ഒരു പൂരപ്പറമ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാണാവുന്ന കാഴ്ചകൾ തന്നെയാണ് ഇവിടെ ആ ഓതർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അതൊരു ജനറൽ നേച്ചറാണ്, നമ്മൾ സ്ഥിരം കാണുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ സീസ് എന്നുള്ള വേർഡ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. താഴെ ഫോഗ് ആൻഡ് ദ ഈഗിൾ കൊടുത്തിട്ടുണ്ട്. അതിലെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? സേ വാട്ട് ദ ഫോഗ്, ദ ഈഗിൾ ആൻഡ് ദ സീ ഡു. നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ്? ദ ഫോഗ് കംസ്, ഇറ്റ് സിറ്റ്സ്, മൂവ്സ് അല്ലേ? അപ്പോൾ അതൊക്കെ അതിൻ്റെ മൂവ്മെൻറ്റിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് എഴുതാം. ഈകളുടെ മൂവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? ക്ലാസ്പ്സ് കൊടുക്കാം, ഹീ സ്റ്റാൻഡ്സ് കൊടുക്കാം, ഹി വാച്ചസ് ഫ്രം ഹിസ് മൗണ്ടൻ വാൾസ്, ഹി ഫോൾസ്. ഇതൊക്കെയാണ് ഈകളുടെ വരുന്നത്. സി വരുന്നതാകും ഒന്ന് മാത്രമേ ഉള്ളൂ, ക്രോൾസ്. വരുന്നത് ഫോക്സ് കംസ്, സിറ്റ്സ്, മൂവ്സ്. ഈഗിൾ ഏതൊക്കെയാണ്? ക്ലാസ്, വാച്ചസ്, ഫോൾസ്. സി എന്താണ്? ക്രോൾസ് ആണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്താ? വാട്ട് ഡു ദ ഫോളോയിങ് വേർഡ് സജസ്റ്റ്? കംസ്, സിറ്റ്സ്, മൂവ്സ്, ക്ലാസ്, ക്രോൾസ്, ഫോൾസ്, വാച്ചസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ദേ സജസ്റ്റ് ദ ജനറൽ നേച്ചർ ഓർ ഹാബിറ്റ്സ് ഓഫ് തിങ്സ്, പീപ്പിൾ ഇൻ ദെയർ മൂവ്മെൻറ്റ്സ്. അപ്പോൾ ഈ കംസ്, സിറ്റ്സ്, ക്രോൾസ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവരൊരു ജനറൽ നേച്ചർ അല്ലെങ്കിൽ ഒരു ജനറൽ ഹാബിറ്റ്, എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രസൻറ്റ്, സിമ്പിൾ പ്രസൻറ്റ് ഫോം യൂസ് ചെയ്യുന്നത്. നൗ റീഡ് ദ ഫോളോയിങ് പാസേജ്. താഴെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. ദ സൺ റൈസസ് വെരി ലേറ്റ് ഇൻ ദിസ് പാർട്ട്, ദ പീപ്പിൾ വേക്ക് അപ്പ് വെരി ലൈറ്റ്. My next door neighbor wakes up very early. Usually he gets up before 6 AM. എന്താണ് പറയുന്നത്? സൂര്യൻ ഈ ഭാഗത്ത് വളരെ ലേറ്റായി മാത്രമേ ഉദിക്കാറുള്ളൂ. ഇവിടുത്തെ ആൾക്കാരും അതുപോലെ തന്നെ നേരം വൈകിയാണ് എണീക്കുന്നത്. എൻ്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന എൻ്റെ നെയ്ബർ എന്നും രാവിലെ 6 മണിയാകുമ്പോഴേക്കും എണീക്കും. എന്നിട്ട് അയാൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ദെൻ ഹി ഗോസ് ടു ദ ന്യൂസ് ഏജൻസ് ആൻഡ് ബൈ മോർണിംഗ് ന്യൂസ് പേപ്പർ ബോയുടെ അടുത്ത് പോയിട്ട് ന്യൂസ് പേപ്പർ മേടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദെൻ ഹി ഗോസ് ടു ദ കഫേ, ഓർഡേഴ്സ് എ കപ്പ് ഓഫ് ബ്ലാക്ക് കോഫി ആൻഡ് റീഡ്സ് ദ പേപ്പർ. പിന്നെ ഒരു കോഫി ഷോപ്പിൽ പോയിട്ട് ഒരു കപ്പ് ഓഫ് കോഫി കുടിച്ച് ആ പേപ്പർ അവിടെ തന്നെ ഇരുന്ന് വായിക്കും. ആഫ്റ്റർ ദാറ്റ് ഹി ഗോസ് ഫോർ എ വാക്ക് റൗണ്ട് ദ പാർക്ക് ആൻഡ് ദെൻ റിട്ടേൺസ് ഹോം. അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു വാക്കിന് പോകും പാർക്കിന് ചുറ്റും. അത് കഴിഞ്ഞ് അയാൾ വീട്ടിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. റീഡ് ദ പാസേജ് അഗൈൻ ആൻഡ് നോട്ട് ഹൗ ദ വേർബ്സ് ചേഞ്ച് വെൻ ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ ഓർ പ്ലൂരൽ. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ പറയുന്നത് ദ സൺ റൈസസ്, പീപ്പിൾ വേക്ക് അപ്പ് വെരി ലേറ്റ്. നെക്സ്റ്റ് ഡോർ നൈബർ വേക്സ് അപ്പ്, ഹി ഗോസ് ടു ദ കഫേ, ഹി ഗോസ് ടു ദ ന്യൂസ് പേപ്പർ ഏജൻറ്റ്, ഓർഡേഴ്സ് അല്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം നമ്മുടെ സിംഗുലർ ഫോമാണ്. ഹി എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? വേക്സ് അപ്പ്, ഗോസ്, ഓർഡേഴ്സ്, റീഡ്സ് എന്നൊക്കെയാണ് യൂസ് ചെയ്തത്. അതായത് സിംഗുലർ ഫോം ആണെങ്കിൽ വേർബിൻ്റെ, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബിൻ്റെയും എസ് ഫോമാണ് യൂസ് ചെയ്യുക. പ്ലേസ്, സേസ്, ഗോസ്, വേക്സ്, ഓർഡേഴ്സ് അതൊക്കെയാണ് യൂസ് ചെയ്യുക. ഓക്കെ, സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ എന്താ? ഞാൻ ഈ പറഞ്ഞ പോലെ എസ് ഫോമാണ് യൂസ് ചെയ്യുക. പ്ലൂറൽ ഫോം ആകുമ്പോൾ എന്താണ്? പീപ്പിൾ വേക്ക് അപ്പ് വെരി ലേറ്റ് അല്ലേ? പീപ്പിൾ വേക്സ് അപ്പ് എന്നല്ല പറഞ്ഞത്, പീപ്പിൾ വേക്ക് അപ്പ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൽ വ്യത്യാസം വരുന്നത്. അവിടെ കൊടുത്തിട്ടുണ്ട് വി ക്യാൻ യൂസ് വേക്ക് when the subject is plural and wakes when the subject is singular. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. എന്താണ്? സിംഗുലർ ഫോമിൽ വേർബിൻ്റെ എസ് ഫോമാണ് യൂസ് ചെയ്യുക. പക്ഷേ പ്ലൂരൽ വി, ദേ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? വേക്ക്, ബേസ് റൂട്ട് ഫോമാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഫൈൻഡിങ്സ് നമുക്ക് എന്തെഴുതാം? ഓക്കെ,
അപ്പോൾ ഇതൊക്കെയാണ് ഫൈൻഡിങ്സ് ആയിട്ട് എഴുതാം. ഓൾ ദി വേർഡ്സ് ആർ ഇൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആൻഡ് സജസ്റ്റ് ജനറൽ നേച്ചർ ഓർ പീപ്പിൾ ഇൻ ദെയർ മൂവ്മെന്റ്സ്. ഇഫ് ദി സബ്ജക്റ്റ് ഈസ് യു ഓർ ഐ ഓർ ഇൻ പ്ലൂറൽ ഫോം ദർ ഈസ് നോ ചേഞ്ച് നീഡഡ് ഇൻ ദ റൂട്ട് ഫോം ഓഫ് verb used. ഇഫ് ദി സബ്ജക്റ്റ് ഈസ് സിംഗുലർ ദ എസ് ഫോം ഓഫ് verb ഈസ് യൂസ്ഡ്. ഓക്കെ, യു ഐ അല്ലെങ്കിൽ പ്ലൂറൽ ഫോം ആണെങ്കിൽ റൂട്ട് ഫോം ഓഫ് verb തന്നെയാണ് യൂസ് ചെയ്യുക. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എന്താണ്, പ്ലേ എന്നുള്ളത് പ്ലേസ് എന്നാവും, റീഡ് എന്നുള്ളത് റീഡ്സ് എന്നാവും. അങ്ങനെ എസ് ഫോം ഓഫ് verb ആണ് യൂസ് ചെയ്യുക. എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, പീപ്പിൾ വേക്ക് അപ്പ് അല്ലേ, വേക്കിൻ്റെ അതേ ഫോം തന്നെയാണ് യൂസ് ചെയ്തത്, അത് സിംഗുലർ. മൈ നെക്സ്റ്റ് ഡോർ നൈബർ എന്ന് പറഞ്ഞപ്പോൾ എന്തായി, വേക്സ് അപ്പ് എന്നായി. ആ വേക്കിൻ്റെ കൂടെ ഒരു എസ് കൂടി നമ്മൾ ചേർത്തു. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, റീറൈറ്റ് ദ പാസേജ് യൂസിങ് ദി പ്ലൂറൽ ഫോം ഇൻ ദ പ്ലേസ് ഓഫ് നൈബർ ആൻഡ് ദേ ഇൻ ദ പ്ലേസ് ഓഫ് ഹി. മേക്ക് നെസസറി ചേഞ്ചസ് ഇൻ ദ verb ഫോം. ഈ പാസേജ് നിങ്ങളോട് ഒന്നുകൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, പ്ലൂറൽ ഫോമാണ് ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഹി എന്നുള്ള സ്ഥലത്തൊക്കെ നൈബർ ദേ എന്നുള്ള വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുള്ള ചേഞ്ച് വേർബ്സിൽ വരുത്താനും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. ദി സൺ റൈസസ് വെരി ലേറ്റ് ഇൻ ദിസ് പാർട്ട്, പീപ്പിൾ വേക്ക് അപ്പ് വെരി ലേറ്റ്. മൈ നെക്സ്റ്റ് ഡോർ നൈബർ വേക്സ് അപ്പ് വെരി ഏർലി, യൂഷ്വലി ദേ ഗെറ്റ് അപ്പ് ബിഫോർ 6 AM. ഹി എന്നുള്ളത് ദേ ആക്കി. ദെൻ ദേ ഗോ ടു ദ ന്യൂസ് ഏജൻറ്റ്സ് ആൻഡ് ബൈ ദ മോർണിംഗ് ന്യൂസ് പേപ്പർ. ദെൻ ദേ ഗോ ടു ദ കഫേ, ഓർഡർ എ കപ്പ് ഓഫ് ബ്ലാക്ക് കോഫി ആൻഡ് റീഡ് ദ ന്യൂസ് പേപ്പർ. ആഫ്റ്റർ ദാറ്റ് ദേ ഗോ ഫോർ എ വോക്ക് റൗണ്ട് ദ പാർക്ക് ആൻഡ് ദെൻ റിട്ടേൺ ഹോം. ഇവിടെ എന്തായി, ദേ ആയി മാറി അല്ലേ. ഹി എന്നുള്ള സ്ഥലത്തൊക്കെ ദേ യൂസ് ചെയ്തു. അപ്പോൾ എന്താണ്, ദേ ഹി ഗെറ്റ്സ് അപ്പ് എന്ന് നമ്മൾ മുമ്പ് ഉപയോഗിച്ചത് ഇപ്പോൾ ദേ ഗെറ്റ് അപ്പ് എന്നായി. ഹി ഗോസ് ടു ദ ന്യൂസ് ഏജൻറ്റ് എന്നുള്ളത് ദേ ഗോ ടു ദ ന്യൂസ് ഏജൻറ്റ്സ് എന്നായി. He goes to the cafe, orders a cup of black coffee, reads the paper എന്നായിരുന്നു. അതിപ്പോൾ എന്തായി, they go to the cafe, order a cup of black coffee and read the newspaper. എസ് ഫോം നമ്മൾ യൂസ് ചെയ്യുന്നില്ല, റൂട്ട് ഫോം ഓഫ് ദി verb ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ, സ്റ്റഡി ദി സെൻറ്റൻസ് ഗിവൺ ഇൻ പാസേജ് 1 അഗെയിൻ ആൻഡ് വെദർ ദേ എക്സ്പ്രസ് ഹാബിറ്റ് ഓർ ജനറൽ യൂണിവേഴ്സൽ ട്രൂത്ത്. റൈറ്റ് ദ ഹാബിറ്റ് ഓർ ജനറൽ ട്രൂത്ത് ഇൻ കോളം ബി. ആ പാസേജ് 1 ഒന്നുകൂടി വായിച്ചിട്ട് എന്താ പറയുന്നത്, യൂണിവേഴ്സൽ ട്രൂത്ത് ആണോ ഹാബിറ്റ് ആണോ അതാണ് നിങ്ങളോട് പറയാൻ പറഞ്ഞിരിക്കുന്നത്. ആ ഫസ്റ്റ് സെൻറ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്താ, സൺ റൈസസ് വെരി ലേറ്റ് ഇൻ ദിസ് പാർട്ട് അല്ലെങ്കിൽ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതെന്താണ്, അത് യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. രാവിലെ സൂര്യൻ ഉദിക്കുന്നു, രാത്രിയാകുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്നു, സ്റ്റാർസ് മൂണൊക്കെ വരുന്നു, അതൊക്കെ എന്താണ്, യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്, എല്ലായിടത്തും നടക്കുന്നതാണ്. അപ്പോൾ ഇതിലെന്താ എഴുതിയിട്ടുള്ളത്, കോളം എയിൽ നമ്മൾ കൊടുത്തിട്ടുള്ള എന്താ, സൺ റൈസസ് ലേറ്റ് ഇൻ ദിസ് പാർട്ട്, അതൊരു ജനറൽ ട്രൂത്ത് ആണ്, ലോകത്ത് എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങളാണ്, ട്രൂത്താണ്. പീപ്പിൾ വേക്ക് അപ്പ് ലേറ്റ്, ആൾക്കാർ നേരം വൈകിട്ടാണ് എണീക്കുന്നത്, അതൊക്കെ ഓരോരുത്തരുടെ ഹാബിറ്റാണ്. ചിലർ നേരത്തെ എണീക്കും, ചിലർ നേരം വൈകി എണീക്കും, അപ്പോൾ അതെന്താണ്, അതൊരു ഹാബിറ്റാണ്. ഹി ഗെറ്റ്സ് അപ്പ് ബിഫോർ 6 AM, അവൻ 6 മണിക്ക് മുമ്പ് എണീക്കും, അത് അവൻ്റെ ഹാബിറ്റാണ്, അല്ലാണ്ട് അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് അല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് കൊടുക്കാം, സൺ റൈസസ് വെരി ലേറ്റ് ഇൻ ദിസ് പാർട്ട് യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. ഓക്കെ, പിന്നെ എന്താണ്, പീപ്പിൾ വേക്ക് അപ്പ് വെരി ലേറ്റ്, അതെന്താണ്, ഹാബിറ്റാണ്. ഹി ഗെറ്റ്സ് അപ്പ് ബിഫോർ 6 AM, അവൻ്റെ ഹാബിറ്റ്, അവൻ്റെ ശീലങ്ങളാണ്. ഹി ഗോസ് ടു ദ ന്യൂസ് ഏജൻറ്റ്, അതും ഹാബിറ്റാണ്. ഹി ഗോസ് ടു ദ കഫേ, ഹാബിറ്റ്. ഹി ഓർഡേഴ്സ് എ കപ്പ് ഓഫ് ബ്ലാക്ക് കോഫി, ഇറ്റ്സ് എ ഹാബിറ്റ്. റീഡ്സ് എ ന്യൂസ് പേപ്പർ, ഹി ഗോസ് ഫോർ എ വോക്ക്, ദെൻ ഹി റിട്ടേൺസ് ഹോം. അപ്പോൾ ഇതൊക്കെ ഹാബിറ്റ് കൊടുത്തായിട്ടുള്ളത്. പിന്നെ എന്താ പറയുന്നത്, ആഡ് മോർ സെൻറ്റൻസസ് ഇൻ കോളം എ ആൻഡ് ആൻസേഴ്സ് ഓർ കമൻറ്റ്സ് ഇൻ കോളം ബി. നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് സെൻറ്റൻസ് കൂടി ആഡ് ചെയ്യാൻ പറയുന്നത്. അപ്പം ഞാനിവിടെ എക്സ്ട്രാ കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ള സെൻറ്റൻസ് ഒക്കെ യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്, കാരണം ഹാബിറ്റ് നമുക്ക് ഓൾറെഡി കുറേ സെൻറ്റൻസസ് കിട്ടിയിട്ടുണ്ട്. സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. വി ഗെറ്റ് ലൈറ്റ് ആൻഡ് ഹീറ്റ് ഫ്രം സൺ, ചൂടും വെളിച്ചവും നമുക്ക് സൂര്യൻ തരുന്നുണ്ട്. വി ക്യാൻ സീ മൂൺ ആൻഡ് സ്റ്റാർസ് അറ്റ് നൈറ്റ്, രാത്രിയാകുമ്പോൾ നമുക്ക് ചന്ദ്രനെയും അതുപോലെ തന്നെ സ്റ്റാർസിനെയും കാണാൻ പറ്റുന്നു, അതും ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ്. ഇറ്റ്സ് ഡാർക്ക് അറ്റ് നൈറ്റ്, അതും യൂണിവേഴ്സൽ ട്രൂത്താണ്, രാത്രിയാകുമ്പോൾ എല്ലായിടത്തും ഇരുട്ടാവുന്നു. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ ഈ ടേബിൾ ഫില്ല് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പാസേജ് 2 ആണ്. ഹിയർ ഈസ് എ ലേഡി ഹു ടോക്സ് അബൌട്ട് സം ഓഫ് ഹെർ ഹാബിറ്റ്സ്. എന്താണ്, നമുക്ക് വായിച്ചു നോക്കാം അവരുടെ ഹാബിറ്റ് എന്തൊക്കെയാണെന്ന്. ഐ നെവർ വെയർ ചുരിദാർ, ഐ ഓൾവേസ് യൂസ് മേക്കപ്പ് വെൻ ഐ ഗോ ഔട്ട്, ഐ വെയർ എ ഹാറ്റ് വെൻ ഇറ്റ് ഈസ് കോൾഡ്, ഐ വെയർ ഗ്ലൗസ് ഓൺലി വെൻ ഐ വാഷ് ഡിഷസ്, ഐ യൂഷ്വലി വെയർ ഗ്ലാസസ് വൈൽ ഡ്രൈവിംഗ് ആൻഡ് വൈൽ വാച്ചിങ് ടെലിവിഷൻ, ഐ ഡോണ്ട് വെയർ ജീൻസ് വെരി ഓപ്പൺ. അപ്പോൾ ഇവരുടെ ഹാബിറ്റാണ് പറയുന്നത്. ചുരിദാർ അധികം ഇടാറില്ല, മേക്കപ്പ് ഉപയോഗിക്കാറുണ്ട്,
തണുപ്പാകുമ്പോൾ തൊപ്പി ഉപയോഗിക്കാറുണ്ട്, ഗ്ലൗസ്. ഡിഷ് കഴുകുമ്പോൾ മാത്രമേ, പ്ലേറ്റ്സ് ഒക്കെ കഴുകുമ്പോൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. യൂഷ്വലി ഗ്ലാസസ് വെക്കാറുണ്ട് ഡ്രൈവ് ചെയ്യുമ്പോഴും. അതുപോലെ തന്നെ ടെലിവിഷൻ കാണുമ്പോഴും ജീൻസ് നോർമലി അങ്ങനെ ഉപയോഗിക്കാറില്ല. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ വേർബ്സ് ഇൻ സിമ്പിൾ പ്രസൻറ്റ്, ലിസ്റ്റ് ദം. സിമ്പിൾ പ്രസൻറ്റ് ഫോമിലുള്ള വേർബ്സ് ഏതാണ് അതാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ കോളമിൽ കൊടുത്തിട്ടുള്ളത് നോക്കാം. യു മേ ഹാവ് നോട്ടഡ് ദാറ്റ് ദ വേർഡ്സ് ഓൾവേസ്, നെവർ, യൂഷ്വലി ഹെൽപ്പ് us to know that the actions are regular or habitual. ഇതിലുണ്ട് ഐ നെവർ വെയർ ചുരിദാർ, ഞാൻ ഒരിക്കലും ചെയ്യാറില്ല. ഐ ഓൾവേസ് യൂസ് മേക്കപ്പ്, ഞാൻ എല്ലായ്പ്പോഴും മേക്കപ്പ് ഉപയോഗിക്കാറുണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള വേർഡ്സ് നമുക്ക് എന്ത് മനസ്സിലാക്കും? അത് നമ്മുടെ ഹാബിറ്റ് ആണോ അല്ലേ? നെവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചെയ്യാറില്ല, ഐ യൂഷ്വലി എന്ന് പറഞ്ഞാൽ എപ്പോഴും ചെയ്യാറുണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ സച്ച് വേർഡ്സ് ആർ കോൾഡ് അഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി. അങ്ങനെയുള്ള വേർഡ്സിനെ യൂഷ്വലി, ഓൾവേസ്, നെവർ, ഒക്കേഷണലി, സംടൈംസ് അങ്ങനെയുള്ള വേർഡ്സിനെ നമുക്ക് എന്ത് പറയാം? അഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയാം. അതായത് എത്ര ഗ്യാപ്പിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഹാർഡ്ലി എവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ചെയ്യാറില്ല. വൺസ് എ വീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ ചെയ്യാറുണ്ട് എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനത്തെ വേർഡ്സിനെയാണ് അഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ സിമ്പിൾ പ്രസൻറ്റിലുള്ള വേർബ്സ് ഇതിൽ ഏതൊക്കെയാണ്? അപ്പോൾ സിമ്പിൾ പ്രസൻറ്റിലെ വേർബ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്, അഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി അല്ല. അപ്പോൾ ഏതൊക്കെയാണ് സിമ്പിൾ പ്രസൻറ്റ് ഫോമിലുള്ള വേർബ്സ്? ഐ വെയർ, ഐ യൂസ്, ഐ ഗോ, വെയർ ഓൾറെഡി പറഞ്ഞു, ഐ വാഷ് ഡിഷസ്, അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് സിമ്പിൾ പ്രസൻറ്റ് ഫോമിലുള്ള വേർബ്സ് വരുന്നത്. ഓക്കെ, അഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി എല്ലാം ഇവിടെ ചോദിച്ചിട്ടുള്ളത് വേർബ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി ഇ, റീഡ് ദ പാസേജ് once again. You have read the daily routine of the neighbor. Now can you say what he did yesterday? Rewrite the passage. ഓക്കെ, പാസേജ് 1 ഏതാണ്? ഇതാണ് നമ്മുടെ പാസേജ് 1. ഈ ഒരു പാസേജ് വീണ്ടും വായിച്ചിട്ട് നിങ്ങളോട് പറയുന്നത് ആ നൈബറിൻ്റെ റുട്ടീൻ എന്താണ് അത് നിങ്ങളോട് ഒന്നുകൂടി എഴുതാനാണ് പറയുന്നത്. അദ്ദേഹം നേരത്തെ എണീക്കാറുണ്ട്, 6 മണിക്ക് മുമ്പ് എണീക്കും, ന്യൂസ് പേപ്പർ ഏജൻ്റ് അടുത്ത് പോകും, അതൊക്കെയാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം. എന്താണ്? ഹി വെൻറ്റ് ടു ദ കഫേ, ഹി ഓർഡേർഡ് എ കപ്പ് ഓഫ് കോഫി, ഹി റെഡ് ദ ന്യൂസ് പേപ്പർ, ഹി വെൻറ്റ് ഫോർ എ വാക്ക്, ഹി റിട്ടേൺ ഹോം. Now read the first paragraph of the story, The Wooden Cup again. Here are a few sentences. Robertino loved his grandfather very much. They spent much time together. Robertino loved to sit on his grandfather's knee and listen. അപ്പോൾ എന്താണ്? കുറച്ച് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനത്തെ സെൻറ്റൻസ് ആണ്? ദ സെൻറ്റൻസസ് റിഫർ ടു സം ഹാബിറ്റ്സ് ദേ ഹാഡ് ഇൻ ദ പാസ്റ്റ്. പണ്ട് അവർക്കുണ്ടായിരുന്ന ശീലങ്ങളെയാണ് കാണിച്ചിരിക്കുന്നത്. ദ സിമ്പിൾ പാസ്റ്റ് ഫോം ഈസ് യൂസ്ഡ് ഹിയർ. സിമ്പിൾ പാസ്റ്റ് ഫോമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് എന്താണ്? വേറൊരു പാസേജ് കൊടുത്തിട്ടുണ്ട് അതേ സ്റ്റോറിയിൽ തന്നെ. എന്താണ്? വൺ നൈറ്റ് at dinner, grandfather lifted his cup to drink coffee, but his poor old hand shook so much that coffee spilled on the clean white tablecloth. Look at the words underlined. ഏതൊക്കെയാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വേർഡ്സ്? ലിഫ്റ്റഡ്, ഷൂക്ക്, സ്പിൽഡ്. ഡു ദി സജസ്റ്റ് പാസ്റ്റ് ഹാബിറ്റ്സ്? പണ്ടുണ്ടായിരുന്ന ഹാബിറ്റിനെയാണോ സജസ്റ്റ് ചെയ്യുന്നത്? അല്ലല്ലോ, അല്ല. ദീസ് words does not refer to the past habit but show that what happened at a particular point of time in the past. അല്ലേ? പണ്ടുണ്ടായ കാര്യങ്ങളല്ല, ഒരു പാസ്റ്റ്, പഴയ ശീലമല്ല പറയുന്നത്, പക്ഷേ ഒരു പെർട്ടിക്കുലർ സമയത്ത് എന്താണോ നടന്നു കഴിഞ്ഞത് അതിനെയാണ് പറയുന്നത്. ഓക്കെ, ഇനി എന്താ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. പിക്ക് ഔട്ട് from the story The Wooden Cup the verbs that show habits and the verbs that show things that happened at a specific point of time. പഴയ ശീലങ്ങൾ കാണിക്കുന്നതും അതുപോലെ തന്നെ പണ്ട് നടന്ന സംഭവങ്ങളെ കുറിച്ചും പറയുന്ന വേർഡ്സ് നിങ്ങളോട് എഴുതാൻ പറയുന്നുണ്ട്. എന്താണ്? പാസ്റ്റ് ഹാബിറ്റ് എന്താണ്? റോബർട്ടിനോ ലവ്ഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നുണ്ട്. പാസ്റ്റ് ഹാബിറ്റ് നിങ്ങൾക്ക് ഏതൊക്കെ എഴുതാം? ഈ സെൻറ്റൻസുകൾ തന്നെ എഴുതാം. റോബർട്ടിനോ ലവ്ഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ. ദേ സ്പെൻഡ് മച്ച് ടൈം ടുഗെദർ. റോബർട്ടിനോ ലവ്ഡ് ടു സിറ്റ് ഓൺ ഹിസ് ഗ്രാൻഡ് ഫാദേഴ്സ് നീ. ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് എന്തൊക്കെയാണ്? grandfather had come to live with Robertino's parents when grandmother died. അമ്മൂമ്മ മരിച്ചപ്പോഴാണ് റോബർട്ടിനോട് ഗ്രാൻഡ് ഫാദർ അവരുടെ കൂടെ ജീവിക്കാൻ വന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കുറേ ലൈൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലൈൻസ് ഒക്കെ എന്തിനാണ് കാണിക്കുന്നത്? നടന്ന് കഴിഞ്ഞ കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. At dinner, grandfather lifted his cup to drink his coffee. He had to eat all alone at a little table. He heard about this new arrangement as soon as Robertino finished his dinner. The kitchen became a beautiful land. അല്ലേ? became, finished, heard അങ്ങനെയുള്ള വേർഡ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. dropped his cup of soup. dropped എന്ന് പറഞ്ഞാൽ എന്താ? അത് വീണ് കഴിഞ്ഞ കാര്യങ്ങളാണ്. The cup broke into pieces. He rushed to the kitchen.
Mother swept the pieces of cup. The cup seemed to be whole. Asked his mother fondly. അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ സെൻറ്റൻസ് ഒക്കെ ഏതിലെഴുതാം? നമുക്ക് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് എന്ന കോളത്തിൽ എഴുതാം. അടുത്ത് പറയുന്നത് എന്താ? ലുക്ക് അറ്റ് ദ വേർഡ്സ് ലിഫ്റ്റഡ് ആൻഡ് ഷൂക്ക്. വാട്ട് ഡു യു നോട്ടീസ് അബൌട്ട് ദം? ഹൗ ആർ ദേ ഫോംഡ്? ഇവിടെ പറയുന്നുണ്ട് അല്ലേ, ഗ്രാൻഡ് ഫാദർ ലിഫ്റ്റഡ് ഹിസ് കപ്പ് ഓഫ് കോഫി, ഹിസ് ഹാൻഡ് ഷൂക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചില വേർഡ്സ് അറിയാം. ലിഫ്റ്റഡ് എന്നുള്ള വേർഡ് എങ്ങനെയാണ് ഫോം ചെയ്തത്? ലിഫ്റ്റിൻ്റെ കൂടെ ഇ ഡി യൂസ് ചെയ്തു അല്ലേ. അപ്പോൾ ലിഫ്റ്റ് ലിഫ്റ്റഡ്, പ്ലേ പ്ലേഡ്, വെയിറ്റ് വെയിറ്റഡ്, അങ്ങനെ നമുക്ക് പറയാം. അപ്പോൾ ഇ ഡി ചേർത്ത് കഴിഞ്ഞാൽ എന്താണ്? ആ വേർബിൻ്റെ മറ്റൊരു ഫോമായി മാറും, പാസ് ഫോമായി മാറും. അപ്പോൾ അങ്ങനെയുള്ള വേർബ്സിനെയാണ് റെഗുലർ വേർബ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആ ബോക്സ് നോക്കാം. Some verbs have their FD or ED or T in their past form. They are called regular verbs. ഇങ്ങനെ D, ED, T ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വേർബ്സിനെയാണ് റെഗുലർ വേർബ് എന്ന് പറയുക. പക്ഷേ ചില വേർബ്സ് എന്താണ്? Some verbs have different ways for forming their past and past participle. They are irregular form. ചിലതിൻ്റെ പക്ഷേ വേറെ വേസിലാണ് അതിൻ്റെ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമൊക്കെ ഉണ്ടാവുക. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞു ഷെയ്ക്ക് എന്നുള്ളത് ഷുക്ക് എന്നാണ് ആയത്. അത് നമ്മൾ ഇ ഡിയോ ഡിയോ അല്ലെങ്കിൽ ടിയോ ഒന്നും അവസാനം ചേർത്തിട്ടുണ്ടായതല്ല. അപ്പം അങ്ങനെയുള്ള വേർബ്സിന് നമുക്ക് എന്ത് പറയാം? ഇറഗുലർ വേർബ്സ് ആണെന്ന് പറയാം. ദ വേർഡ് ലിഫ്റ്റഡ് ഈസ് ഫോം ബൈ ആഡിങ് ഇ ഡി ടു ലിഫ്റ്റ് അല്ലേ. ലിഫ്റ്റിൻ്റെ കൂടെ ഇ ഡി ആഡ് ചെയ്തപ്പോൾ ലിഫ്റ്റഡ് കിട്ടി. ഷൂക്ക് എങ്ങനെയാണ് വന്നത്? ഷൂക്ക് ഈസ് ഫോം ഫ്രം ഷെയ്ക്ക് ബട്ട് നോട്ട് ബൈ ആഡിങ് ഇ ഡി. ഇ ഡിയോ ഡിയോ ഒന്നും ആഡ് ചെയ്തിട്ടല്ല ഷെയ്ക്ക് എന്നുള്ളത് ഷുക്ക് എന്നായത്. അപ്പം അതുകൊണ്ട് തന്നെ അത് ഇറഗുലർ വേർബാണെന്ന് നമുക്ക് പറയാം. The poem Somebody's Mother and the story The Wooden Cup once again and pick out the verbs in the past. Classify them as regular and irregular verbs. Wooden Cup അതുപോലെ തന്നെ Somebody's Motherലുള്ള റെഗുലർ വേർബും ഇറഗുലർ വേർബും നിങ്ങളോട് എടുത്തെഴുതാൻ പറയുന്നുണ്ട്. ഒരുവിധം വേർബ്സ് ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്, ബാക്കി നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതാണ്. ഏജ്ഡ്, വിസ്പേർഡ്, ഹേസ്റ്റഡ്, ഓഫേർഡ്, ഗൈഡഡ്, പാസ്റ്റ്, ബോർഡ്, പൈൽഡ്, വെയിറ്റഡ്, ഹീഡഡ്, ഡൈഡ്, ഫിനിഷ്ഡ്, ഡ്രോപ്ഡ്, സീംഡ്, റിയലൈസ്ഡ്, ഹെൽപ്പ്, ലിഫ്റ്റഡ്. കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം എന്താണ്? ഇ ഡി ആണ് നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇങ്ങനത്തെ വേർബ്സിനെയാണ് ഇ ഡി ആഡ് ചെയ്താൽ കിട്ടുന്ന വേർബ്സിന് നമുക്ക് റെഗുലർ വേർബ്സ് എന്ന് പറയാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇറഗുലർ വേർബ്സ് ആണ്. അതായത് ഡിയോ ഇ ഡിയോ ടിയോ ഒന്നും ആഡ് ചെയ്തിട്ടല്ല ഇറഗുലർ വേർബ്സ് ഉണ്ടായിട്ടുണ്ടാവുക. ബെൻഡ്, സ്റ്റുഡ്, സ്റ്റാൻഡ് എന്നുള്ളത് സ്റ്റുഡ് എന്നായി, കം എന്നുള്ളത് കെയിം എന്നായി, ഗോ എന്നുള്ളത് വെൻഡ് എന്നായി. അപ്പം അങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ട്. സ്വെപ്റ്റ്, സ്റ്റുഡ്, എയ്റ്റ്, ലെഡ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഇറഗുലർ വേർബ്സ് വരുന്നത്. Here is a poem for you to sing. Fill in the blanks using correct form of the words given in brackets. Okay, നമുക്ക് നോക്കാം. Little girl put on her coat. She picked up her heavy basket. കോട്ട് എടുത്തിട്ട് അവളുടെ വലിയ ബാസ്ക്കറ്റ് കയ്യിലെടുത്ത് പിടിച്ചു. ലിറ്റിൽ റെഡ് റൈഡിംഗ് ഹുഡിൻ്റെ പോയമാണിത്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. She dashed out the cottage. Go എന്നുള്ളതിൻ്റെ പാസ്റ്റ് ഫോമാണ്. She went out of the cottage and walked along the path. She looked up at the green trees. She listened to the birds singing. She whistled happily. Suddenly she saw a beautiful flower. See എന്നുള്ളത് എന്താവും? So എന്നായി. She smiled and knelt down and then picked up the flower. She looked up and saw a big bad wolf with long ears and long teeth. She screamed എന്നാണ് വരിക. She screamed and ran away. She walked and walked. She walked and walked. She got very tired and very hungry. Then she saw her grandmother's cottage. She knocked 3 times on the door. A deep voice said, "Come in, my dear." Come in അതേ ഫോം തന്നെയാണ് യൂസ് ചെയ്യുക. She opened the door and went in. The little girl saw an old lady in the bed. The old lady had a bonnet on her head, but she had long ears and long teeth. Okay, അപ്പോൾ ഇങ്ങനെയാണ് ഈ പോം ഫില്ല് ചെയ്യേണ്ടത്. List the words used in the past. പാസ്റ്റ് ഫോം വേർഡ്സ് ഏതൊക്കെയാണ് വരിക നോക്കാം നമുക്ക്. എഴുതാം. ഷീ പിക്ഡ് അപ്പ് ഹെർ ബാസ്ക്കറ്റ്, വാക്ക്ഡ്, ലുക്ക്ഡ്, ലിസൺഡ്, വിസിൽഡ്, നെൽഡ്, പിക്ഡ്, ലുക്ക്ഡ്, സ്ക്രീംഡ്, വാക്ക്ഡ്, നോക്ക്ഡ്, സോ, ഓപ്പൻഡ്. ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം. റീറൈറ്റ് ദ പോം ഇൻ ദ ഫോം ഓഫ് എ സ്റ്റോറി. ഇപ്പോൾ ഒരു പോമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക് സ്റ്റോറി ആയിട്ട്? അത് തന്നെ കുറച്ചുകൂടി ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ നമുക്ക് സ്റ്റോറി ആക്കി എഴുതാം. Once a little girl put on her coat. She picked up her heavy basket. She went out of the cottage and walked along the path. She looked up at the green trees, listened to the birds singing and whistled happily.
Suddenly she saw a beautiful flower. She smiled and knelt down and picked up the flower. She looked up and saw a big bad wolf with long ears and long teeth. She screamed and ran away. She walked for a long time and got very tired and very hungry. Then she saw her grandmother's cottage. She knocked 3 times on the door. A deep voice said, "Come in, my dear." She opened the door and went in. The little girl saw an old lady in bed. The old lady had a bonnet on her head, but she had long ears and long teeth. What were your activities yesterday? Make a detailed diary entry. Use the past forms. അപ്പോൾ ഡയറി എൻട്രി എല്ലാവർക്കും എഴുതാൻ അറിയുന്നതാണ്. ഇവിടെ പാസ്റ്റ് ഫോം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. 23rd March 2021 നമ്മൾ ഡേറ്റ് കൊടുത്തു. woke up at 6 AM in the morning after bed. Had my breakfast and got ready to school. Met my friends and discussed about the English test paper. I got good marks. Mummy was really happy to see my results. I went out with Daddy to park in the evening. Came back at 8, took a bath, had my dinner and went to bed at 10. It was a wonderful day. നെക്സ്റ്റ് ഇതാണ് വരുന്നത്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ യൂസിങ് ദ കറക്റ്റ് ഫോം ഓഫ് വേർബ്സ് ഗിവൺ ബിലോ. ഇവിടെ ഒരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. സ്വപ്നയും ഡയാനയും തമ്മിലുള്ളത്. അതിൻ്റെ കറക്റ്റ് ഫോമാണ് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സ്വപ്ന എന്താ പറയുന്നത്? ഹായ് ഡയാന, ഐ ഹാവൻ സീൻ യു ഫോർ ഏജസ്. ഹൗ ഹാവ് യു ബീൻ? ഞാൻ നിന്നെ കുറേ നാളായിട്ട് കാണാറില്ല. എന്താണ് നിൻ്റെ കാര്യങ്ങൾ എന്നാണ് ചോദിക്കുന്നത്. ഡയാന, പ്രിറ്റി ഗുഡ്, താങ്ക്സ്. സ്വപ്ന, ആർ യു സ്റ്റിൽ ഇൻ കോളേജ്? നീ ഇപ്പോഴും കോളേജിൽ തന്നെയാണോ? അപ്പോൾ ഡയന, നോ നോട്ട് എനി മോർ. ഞാനിപ്പോൾ കോളേജിലല്ല പഠിക്കുന്നത്. ഐ ഡാഷ് ലാസ്റ്റ് ഇയർ. അപ്പോൾ അവിടെ ഏതാ യൂസ് ചെയ്യുക? ഐ. ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്താണ്? കോളേജിൽ നിന്ന് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്കിവിടെ എന്ത് കൊടുക്കാം? ഐ ഗ്രാജുവേറ്റഡ്. എ നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് ഐ ഡാഷ് എ ജോബ് അറ്റ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഐ ഗെറ്റ് എന്നുള്ളത് ഇവിടെ എത്തുമ്പോൾ എന്താവും? ഐ ഗോട്ട് എ ജോബ് അറ്റ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. That's great news. You know, you dash different. Look different തന്നെയാണ് വരിക. You look different. Have you changed your hairstyle? നിന്റെ ഹെയർ സ്റ്റൈൽ മാറ്റിയോ? ഡയന, യെസ് ഇറ്റ്സ് ഷോർട്ടർ. ഓ ആൻഡ് ഐ ഹാവ് ലോസ് വെയിറ്റ്. ഓ ഞാൻ മുടി വെട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ വെയിറ്റും ഞാൻ തടി കുറഞ്ഞിട്ടുമുണ്ട്. സ്വപ്ന, വെൽ യു ലുക്ക് ഫാൻറ്റാസ്റ്റിക്. നീ നിന്നെ കാണാൻ ഇപ്പം നല്ല ഭംഗിയുണ്ട്. ഡയന, താങ്ക്സ്, സോ ഡു യു. ആൻഡ് ദിസ് വൺ മോർ തിങ്, ഐ ഗോട്ട് എൻഗേജ്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു എന്ന് ഡയന പറയുന്നുണ്ട്. സ്വപ്ന, കൺഗ്രാജുലേഷൻ. വേർ ഡാഷ് ഹീ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താ കൊടുക്കുക? ഡസ് ഹീ എന്നാണ് കൊടുക്കേണ്ടത്. വർക്ക് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? വേർ ഡസ് ഹി വർക്ക് എന്ന് കൊടുക്കാം. ഓക്കെ, വേർ ഡസ് ഹി വർക്ക്. അപ്പോൾ ഡയന എന്താ പറയുന്നത്? ഇൻ ഓസ്ട്രേലിയ. ഡു യു പ്ലാൻ ടു ഗോ? എന്താ വരിക? ഡു യു പ്ലാൻ ടു ഗോ വിത്ത് ഹിം ആഫ്റ്റർ മാരേജ്? ആഫ്റ്റർ എ ഇയർ പെർഹാപ്സ്. ഓക്കെ. Read the following sentence from the wooden cup. I am making a wooden cup, answered Robertino. What idea do you get about the action make? Make എന്നുള്ളത് മേക്കിംഗ് ആയി, പ്ലേ എന്നുള്ളത് പ്ലേയിങ് ആയി. അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താണ്? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. You may have noted that the action is going on at the time of speaking. In such situation, the ing form of verb is used along with am, is or are. അപ്പോൾ എന്താണ് നമ്മുടെ ഫൈൻഡിങ്സ്? The action is still going on and not completed. അത് ആദ്യത്തെ ഫൈൻഡിങ് ആയിട്ട് കൊടുക്കാം. രണ്ടാമത്തത് ing ഫോം ഓഫ് ദി verb ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. Either words am, is or are is used before ing form എന്നും കൊടുക്കാം. നെക്സ്റ്റ് വരുന്നത് എന്താ? Read the following passage. Identify the action going on at the present time. John lives in Mumbai. John ഇപ്പോൾ ജീവിക്കുന്നത് മുംബൈയിലാണ്. He is working ഇൻ എ റെസ്റ്റോറൻറ്റ്. അപ്പോൾ എന്താണ്? ഇപ്പോൾ അവൻ വർക്ക് ചെയ്യുന്നത് ഒരു റെസ്റ്റോറൻറ്റിലാണ്. ഹി വർക്ക് 6 days a week. ഒരാഴ്ചയിൽ 6 ദിവസം അവൻ വർക്ക് ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ വർക്ക് ഹി പ്ലേസ് soccer or basketball with his sons. He tries to play every day but sometimes he cannot. എല്ലാ ദിവസവും അവൻ കളിക്കാൻ ശ്രമിക്കാറുണ്ട്, പക്ഷേ ഇടയ്ക്ക് അവന് പറ്റാറില്ല. ജോൺസ് വൈഫ് വർക്ക്സ് ടു. ജോണിൻ്റെ വൈഫും വർക്കിംഗ് ആണ്. ഷീ ഈസ് വർക്കിംഗ് ആസ് എ ടീച്ചർ. അവർ വർക്ക് ചെയ്യുന്നത് ഒരു ടീച്ചറായിട്ടാണ്. their children are studying in her school. ജോണിൻ്റെ വൈഫ് വർക്ക് ചെയ്യുന്ന അതേ സ്കൂളിൽ തന്നെയാണ് അവരുടെ കുട്ടികൾ പഠിക്കുന്നതും. സോ ഷീ ഈസ് വെരി ഹാപ്പി. അതുകൊണ്ട് തന്നെ ജോണിൻ്റെ വൈഫ് ശരിക്കും ഹാപ്പിയാണ്. ഓക്കെ, ഇനി എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഐഡൻറ്റിഫൈ ദ ആക്ഷൻസ് ഗോയിങ് ഓൺ അറ്റ് പ്രസൻറ്റ് ടൈം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താ? ഹീ ഈസ് വർക്കിംഗ് ഇൻ എ റെസ്റ്റോറൻറ്റ്. ഇത് നമുക്ക് പറയാം. അതുപോലെ തന്നെ എന്താ? ഷീ ഈസ് വർക്കിംഗ് ആസ് എ ടീച്ചർ. ഒരു ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ചിൽഡ്രൻ ആർ സ്റ്റഡിങ് ഇൻ ഹെർ സ്കൂൾ. അതാണ് ഗോയിങ് ഓൺ അറ്റ് ദ
present time. ഇനി താഴെ കൊടുത്തിട്ടുള്ള എന്താ? Complete the table with sentences from the passage given above. One has been done for you. Actions that are continuing. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷൻ ഏതാണ്? ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തു. ഈ 3 എണ്ണം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷൻസും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ടേബിളിലേക്ക് എടുത്ത് എഴുതാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താ? ആക്ഷൻസ് ദാറ്റ് ഹാപ്പൻ റെഗുലർലി നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷൻസ് ഏതൊക്കെയാണ്? ജോൺ ലിവ്സ് ഇൻ മുംബൈ, അത് എഴുതാം നിങ്ങൾക്ക്. പിന്നെന്താണ്? ഹി വർക്ക് 6 days a week, ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഹി പ്ലേസ് സോസർ ഓർ ബാസ്കറ്റ് ബോൾ, അത് എഴുതാം അടുത്ത പോയിന്റ് ആയിട്ട്. ഹി ട്രൈസ് ടു പ്ലേ എവറി ഡേ, എല്ലാ ദിവസവും അവൻ കളിക്കാൻ ശ്രമിക്കാറുണ്ട്, അത് എഴുതാം. പിന്നെന്താണ്? ഷീ ഈസ് വെരി ഹാപ്പി, അതും നിങ്ങൾക്ക് ഈ കോളത്തിൽ എഴുതാം. ഓക്കെ, തിങ്ക്. നെക്സ്റ്റ് സി ആണ്, ആക്ടിവിറ്റി സി ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. തിങ്ക് ഓഫ് എ പ്ലേസ് വേർ യു വുഡ് ലൈക്ക് ടു ബി. ക്ലോസ് യുവർ ഐസ് ആൻഡ് ഇമാജിൻ ദിസ് പ്ലേസ് ഇൻ ഗ്രേറ്റ് ഡീറ്റെയിൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തെക്കുറിച്ച് ആലോചിക്കുക. നിങ്ങളിപ്പോൾ അവിടെയാണെന്നും ചിന്തിക്കാൻ പറയുന്നുണ്ട്. വാട്ട് ആർ യു ഡൂയിങ്? ഹൗ ഈസ് ദ വെദർ? വാട്ട് ഡു യു സീ? Where are you sitting or standing? Who is with you? Now take a piece of paper and write a description of what you have just imagined. എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്. യു മേ ബിഗിൻ. ഐ ആം സിറ്റിംഗ് ഓൺ എ ക്വയറ്റ് ബീച്ച്. നിങ്ങളൊരു ബീച്ചിലാണെന്ന് ചിന്തിക്കുക. അപ്പോൾ അവിടുത്തെ വെതർ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചുറ്റും നടക്കുന്നത്, അത് ഇപ്പോൾ നടക്കുന്നത് പോലെ. ഓക്കെ, ഇപ്പോൾ നടക്കുന്നത് പോലെ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നടക്കുന്നത് പോലെയാണ് എഴുതുന്നതെങ്കിൽ നമ്മൾ ഏത് ഫോമാണ് യൂസ് ചെയ്യുക? വേർബിൻ്റെ ING ഫോമാണ് യൂസ് ചെയ്യുക. കണ്ടോ, ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഐ ആം സിറ്റിംഗ്, കണ്ടോ? അപ്പോൾ ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ ഐ ആം സിറ്റിംഗ് ഓൺ എ ക്വയറ്റ് ബീച്ച് എന്ന് കൊടുത്തിട്ടുണ്ട്. ഉള്ളത് ഐ ആം സിറ്റിംഗ് വിത്ത് മൈ ഫ്രണ്ട്സ് ഓൺ ദ സീ ഷോ. ഇറ്റ്സ് ഓൾവേസ് എ ഫൺ വിസിറ്റിംഗ് ദ ബീച്ച്. There are a lot of people playing in the sea. I can hear the screaming sound of kids. They are really enjoying their day out. The weather is really nice. I can see vendors selling ice cream and groundnuts. Some children are flying kites. I can hear my friends calling me. They are already playing in the sea. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സിറ്റിംഗ്, വിസിറ്റിംഗ്, സ്ക്രീമിംഗ്, സെല്ലിംഗ്, ഫ്ലൈയിങ്, ഇതൊക്കെ ING ഫോം ഓഫ് ദ വേർബ് ആണ്. പ്രസന്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഐഡന്റിഫൈ ദ സെന്റൻസസ് ഇൻ പ്രസന്റ് കണ്ടിന്യൂസ് ഫോം. ഇതിൽ സിറ്റിംഗ്, വിസിറ്റിംഗ്, പ്ലേയിങ്, സ്ക്രീമിംഗ്, സെല്ലിംഗ്, ഫ്ലൈയിങ്, കോളിംഗ്, പ്ലേയിങ്, ING ഫോമിലുള്ള എല്ലാതും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം. നെക്സ്റ്റ് പറയുന്നത് എന്താ? 12th ആക്ടിവിറ്റി ആണ്. ഹിയർ ഈസ് എ ഡയറി എൻട്രി ഓഫ് എ ഗേൾ ഡിസ്ക്രൈബിംഗ് ദ എക്സ്പീരിയൻസ് ഷീ ഹാഡ് ഡ്യൂറിങ് ഹർ സ്റ്റേ ഇൻ മുംബൈ. ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, അതിൽ ചില തെറ്റുകളുണ്ട്, നിങ്ങളോട് ക്ലിയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഐ ആം മീറ്റിംഗ് എ റിയലി ഇൻട്രസ്റ്റിംഗ് ഗേൾ ഇൻ മൈ നൈബർഹുഡ് ദിസ് മോർണിംഗ്. ഓക്കെ, ഐ ആം മീറ്റിംഗ് എന്ന് പറയില്ല, ഐ ആം മീറ്റിംഗ് എന്ന് പറയുന്നത് തെറ്റാണ്. എന്താ പറയുക? ഐ മെറ്റ്, MET. ഐ മെറ്റ് എ റിയലി ഇൻട്രസ്റ്റിംഗ് ഗേൾ ഇൻ മൈ നെയ്ബർഹുഡ് ദിസ് മോർണിംഗ്. ഐ വാസ് റൈറ്റിംഗ് എ മദർ ആൻഡ് ഷീ ആസ്ക്ഡ് മീ what language I was writing in. She asked എന്നല്ല, she asked me എന്നാണ് വരിക. ഓക്കെ, in Mumbai were seeming very comfortable with each other. were seeming എന്ന് പറയില്ല, എന്താ? seemed, SEEMED ആണ് വരിക. seem to be very comfortable with each other. seem quite natural. it seem അല്ല, it seems quite natural എന്നാണ് പറയുക. it seems quite natural for two people to just started talking in a cafe. to just start, START, start talking in a cafe. this is something that doesn't happen, don't happen അല്ല, that doesn't happen in my place. I see that it's easy to meet അല്ല, it's easy to, എന്താണ്? I see it's easy to meet new people. പുതിയ ആൾക്കാരെ കാണാൻ എളുപ്പമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്ന് വരുന്നത് ആക്ടിവിറ്റി 13 ആണ്. റീഡ് ദി സെന്റൻസ് ഗിവൺ ബിലോ. വാട്ട് ആർ യു മേക്കിംഗ് റോബർട്ടിനോ ആസ്ക്ഡ് ഹിസ് മദർ ഫോണ്ട്ലി. റീഡ് ദി സെന്റൻസ് ഗിവൺ ബിലോ. വാട്ട് ആർ യു മേക്കിംഗ് റോബർട്ടിനോ ആസ്ക്ഡ് ഹിസ് മദർ ഫോണ്ട്ലി. What are the other ways of asking the same question? Discuss and write. ടീച്ചർ പറഞ്ഞത് എന്താ ക്ലാസ്സിൽ? വാട്ട് ആർ യു ഡൂയിങ് റോബർട്ടിനോ. ഇതെന്താണ്? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് അല്ലേ, നീ എന്താണ് ചെയ്യുന്നത് റോബർട്ടിനോ. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ പല രീതിയിൽ നമുക്ക് ചോദിക്കാം. എങ്ങനെയൊക്കെയാണ് നോക്കാം. കുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് യു ആർ ഡൂയിങ്. നിനക്ക് ഒന്ന് പറയാമോ നീ എന്താണ് ചെയ്യുന്നതെന്ന്. ക്യാൻ യു ടെൽ മീ വാട്ട് യു ആർ ഡൂയിങ്. ഐ ഷുഡ് ബി ഇൻട്രസ്റ്റഡ് ടു നോ വാട്ട് യു ആർ ഡൂയിങ്. ഇതൊക്കെ ഒരേ കാര്യം ചോദിക്കാൻ തന്നെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഫ്രെയിമിങ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, now read an imaginary conversation between Robertino and his grandfather and identify different ways of asking questions.
എന്തൊക്കെയാണ്? റോബർട്ടിനോ, കുഡ് യു പ്ലീസ് ടെൽ മീ എ സ്റ്റോറി ഗ്രാൻഡ്പാ. ഗ്രാൻഡ്പാ, ഐ ഷുഡ് ബി ഇൻട്രസ്റ്റഡ് ടു നോ വാട്ട് സ്റ്റോറി വുഡ് യു ലൈക്ക് ടു ഹിയർ. Robertino, can you tell me why angels live in heaven? Grandpa, have you got any idea about what angels do for us? Robertino, I am afraid I don't know anything about it. Grandpa, if you like, I could tell you a story about it. Robertino, thank you very much, Grandpa. അപ്പോൾ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഇതിൽ? കുഡ് യു പ്ലീസ് ടെൽ മീ എ സ്റ്റോറി, ക്യാൻ യു ടെൽ മീ വൈ ഏഞ്ചൽസ് ലിവ് ഇൻ ഹെവൻ. അതുപോലെ തന്നെ റോബർട്ടിനെ വേറെ എങ്ങനെയും ചോദിക്കുന്നുണ്ട്, ഐ എം എഫ്രെയ്ഡ് ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഇറ്റ്, അല്ലേ, എനിക്ക് അറിയില്ല, അതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. You may have noted that each utterance in the above conversation serves a function. Discuss. Now complete the table given below. പല ക്വസ്റ്റ്യൻ ഫോമാറ്റും പല രീതിയിൽ ചോദിക്കുന്നുണ്ട് അല്ലേ, അതൊക്കെ ഓരോ പർപ്പസാണ് സെർവ് ചെയ്യുന്നത് അല്ലേ. പ്ലീസ് ചോദിച്ചാൽ എന്തായി? അതൊരു റിക്വസ്റ്റ് ചെയ്യുന്നത് പോലെയായി അല്ലേ. ഇഫ് യു ലൈക്ക് ഐ കുഡ് ടെൽ യു എ സ്റ്റോറി എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മളൊരു ഹെൽപ്പ് ഓഫർ ചെയ്യുന്നത് പോലെയായി. അപ്പോൾ ഓരോന്നും ഓരോ പർപ്പസാണ് സെർവ് ചെയ്യുന്നത്, അതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നമുക്ക് ഈ ടേബിൾ നോക്കാം. ഫംഗ്ഷൻ, ആസ്കിങ് ഫോർ ഇൻഫോർമേഷൻ, ഒരു ഇൻഫോർമേഷൻ ചോദിക്കുകയാണ്. എങ്ങനെയൊക്കെ ചോദിക്കാം? ഐ ഷുഡ് ബി ഇൻട്രസ്റ്റഡ് ടു നോ വാട്ട് സ്റ്റോറി വുഡ് യു ലൈക്ക് ടു ഹിയർ. നിനക്ക് എങ്ങനത്തെ സ്റ്റോറിയാണ് കേൾക്കാൻ ഇഷ്ടമുള്ളതെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഓക്കെ, പിന്നെ എങ്ങനെയൊക്കെ ചോദിക്കാം? ഹാവ് യു ഗോട്ട് എനി ഐഡിയ വാട്ട് ഡു ഏഞ്ചൽസ് ഡു ഫോർ അസ്? ക്യാൻ യു ടെൽ മീ വൈ ഏഞ്ചൽസ് ലിവ് ഇൻ ഹെവൻ? ഇതൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഫോമാറ്റ് ആയിട്ട് ചോദിക്കാം. സെക്കൻഡ് റിക്വസ്റ്റ് എങ്ങനെയാണ്? കുഡ് യു പ്ലീസ് ടെൽ മീ എ സ്റ്റോറി ഗ്രാൻഡ്പാ. മുത്തശ്ശൻ എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നത് ഒരു റിക്വസ്റ്റ് ആണ്. ഓഫറിങ് ഹെൽപ്പ്, ഇഫ് യു ലൈക്ക് ഐ കുഡ് ടെൽ എ സ്റ്റോറി അബൌട്ട് ഇറ്റ്. നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കഥ പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ട്, അതും ഓഫറിങ് ഹെൽപ്പാണ്. ഇനി നമ്മളൊരു ഹെൽപ്പ് ആക്സെപ്റ്റ് ചെയ്യാണ്. അപ്പോൾ എന്ത് പറയും നമ്മൾ? താങ്ക് യു വെരി മച്ച് ഗ്രാൻഡ്പാ എന്ന് റോബർട്ടിനോ പറയുന്നുണ്ട്. സേയിങ് യു ഡു നോട്ട് നോ, എനിക്കത് അറിയില്ല എന്ന് റോബർട്ടിനോ എങ്ങനെയാണ് പറയുന്നത്? I am afraid I don't know anything about it എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആക്ടിവിറ്റി. Here are a few situations. How can you ask for information? Use the expression in the box. പല സിറ്റുവേഷനും കൊടുത്തിട്ടുണ്ട്. ഓരോ സിറ്റുവേഷനിലും നിങ്ങൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക? At the reception table in the company office. കമ്പനി ഓഫീസിലെ റിസപ്ഷൻ ടേബിളിൽ നിങ്ങൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് ആവും ചോദിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ ചോദിക്കാം? എക്സ്ക്യൂസ് മീ, ഡു യു നോ വെൻ ദ ഇൻ്റർവ്യൂ സ്റ്റാർട്ട്സ്? എപ്പോഴാണ് ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് നമുക്ക് റിസപ്ഷൻ ടേബിൾ ചോദിക്കാം. അടുത്തത് എന്താ? അറ്റ് റെയിൽവേ ഇൻഫോർമേഷൻ ഡെസ്ക്. റെയിൽവേ ഇൻഫോർമേഷൻ ഡെസ്കിൽ പോയിട്ട് നമ്മൾ എന്താണ്? ട്രെയിനിൻ്റെ ടൈമിങ്സ് ആണ് ചോദിക്കുക അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? കുഡ് എനിവൺ ടെൽ മീ ദ ഡിപ്പാർച്ചർ ടൈം ഓഫ് ട്രെയിൻ ടു കൊച്ചി, അല്ലെങ്കിൽ ട്രെയിൻ ടു മുംബൈ എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, ആ ട്രെയിൻ എപ്പോഴാണ് ഇവിടുന്ന് പുറപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? തേർഡ് വൺ, വെൻ യു ആർ നോട്ട് ഷുവർ ഹു ഹാസ് ദ ഇൻഫോർമേഷൻ അബൌട്ട് ബസ് ടൈമിങ്സ്. ഐ വണ്ടർ ഇഫ് യു കുഡ് ടെൽ മീ വെൻ ഈസ് ദ നെക്സ്റ്റ് ബസ് ടു ചെന്നൈ. അടുത്ത ബസ് ചെന്നൈക്ക് എപ്പോഴാണെന്ന് നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇനി അറ്റ് ദ ബാങ്ക്, ബാങ്കിലെത്തുമ്പോൾ എന്താ ചോദിക്കുക? ക്യാൻ യു പ്ലീസ് ഗിവ് മീ എനി ഇൻഫർമേഷൻ അബൌട്ട് ഓപ്പണിംഗ് എ ന്യൂ സേവിങ്സ് അക്കൗണ്ട് എന്നാണ്. ACCOUNT ആണ്. ഓക്കെ, ഓപ്പണിംഗ് എ ന്യൂ സേവിങ്സ് അക്കൗണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ലെസണിലെ ആക്ടിവിറ്റീസ് വരുന്നത്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.